ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പല്ലീനെയും എലീനെയും പാമ്പിനെയും പാറ്റേനെയൊക്കെ തുരത്താനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പായിട്ടാണ്. അപ്പോൾ ഉപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ടിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ടിപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളുടെ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ട് വരുന്നത് ഇതുപോലത്തെ ഒരു ഇടികല്ലാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇടികല്ല് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ മതിയാകും കേട്ടോ. നല്ല സ്മെല്ലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേ ഈ ഇടികല്ലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കേട്ടോ നമ്മൾ ചതച്ചെടുക്കാനായിട്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഏലക്കയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഗ്രാമ്പുവാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 4 ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ സ്മെല്ലുള്ള ഗ്രാമ്പുവാണിത്. അപ്പോൾ ഇത്ര തന്നെ നമുക്ക് മതിയാവും കേട്ടോ. അപ്പോൾ ആ 4 ഗ്രാമ്പും അതുപോലെ തന്നെ നമ്മളുടെ ഏലക്കയും ചേർത്തിട്ട് നല്ലപോലെ ഈ വെളുത്തുള്ളിയിലേക്ക് മിക്സ് ആകുന്ന രീതിയിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തോലൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തോലോട് കൂടി തന്നെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതേ നമ്മളുടെ വെളുത്തുള്ളി ഏലക്കയും നമ്മളുടെ ഗ്രാമ്പും ഒക്കെ നല്ലപോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. അപ്പോൾ പാമ്പിനൊക്കെ ഓടിക്കാനായിട്ടും ഈ ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. കാരണം വെളുത്തുള്ളിയുടെ സ്മെല്ലൊന്നും പാമ്പുകൾക്ക് ഒട്ടും തന്നെ പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അധികം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കാം. അതുപോലെ നമ്മളുടെ മിക്സിന് വേണ്ട ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കല്ലുപ്പൊക്കെ നമുക്ക് നല്ല റിസൾട്ട് തന്നെ തരുന്നതാണ്. അപ്പോൾ ഈ കല്ലുപ്പ് ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മളുടെ മിക്സ് ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സത്തൊക്കെ നല്ലപോലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനിവിടെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അത് ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ നമ്മൾ എടുക്കുന്ന സമയത്ത് 1 സ്പൂൺ അളവിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് തണുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എന്നിട്ട് ഞാൻ ഈ 2 മിക്സും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ നമ്മളുടെ സൊല്യൂഷനൊക്കെ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ അതിൻ്റെ സത്തൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കിടിലൻ സൊല്യൂഷൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഞാനിവിടെ ഇതുപോലത്തെ ഒരു ബോട്ടിലേക്കാണ് നമ്മളുടെ സൊല്യൂഷൻ മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പല്ലീനെയും പാറ്റേനെയും എലീനെയും പാമ്പിനെയൊക്കെ ഓടിക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പറ്റും കേട്ടോ.
ഇപ്പോൾ രാത്രി കാലങ്ങളിൽ നമുക്ക് പല്ലി പാറ്റയുടെ ഒക്കെ ശല്യം അധികമായിട്ട് നമുക്ക് കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്യാസിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് തുടച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന സമയത്തായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിന് മുകളിലേക്കൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് നമ്മുടെ സിങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന ആ കുഞ്ഞി പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഇത് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ പാമ്പിനൊക്കെ ഓടിക്കാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ തന്നെ നമുക്ക് മതി കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ നമ്മുടെ വീടിന് പുറം ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ വെളുത്തുള്ളിയുടെ ഒക്കെ സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് പാമ്പിൻ്റെ ശല്യവും ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് പാമ്പിനെ ഓടിക്കാൻ പറ്റും, പല്ലീനെ അതുപോലെ പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.